അമ്മയുടെ ഭാരവാഹി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടുത്ത മത്സരമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ശ്വേതാ മേനോൻ അടക്കമുള്ളവരുടെ പേര് നിർദ്ദേശിച്ചതിനു പിന്നാലെ ഒരു വനിത അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് പലരും മത്സരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. എന്നാൽ ആ സമയത്ത് പോലും നടൻ ദേവൻ എടുത്തൊരു നിലപാടുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടി മാറി നിൽക്കുകയല്ല, മത്സരത്തിൽ സ്ത്രീകൾ ഒപ്പം നിന്ന് ജയിക്കട്ടെ, ആ ജയത്തിനൊപ്പം താൻ ഉണ്ടാകുമെന്നായിരുന്നു. ഇപ്പോൾ ഒരു സ്ത്രീ തന്നെ അമ്മയുടെ തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വിജയത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഞാൻ എന്റെ ഒരു വിജയമായിട്ട് ഞാൻ കാണാൻ ഇതിനെ, കാരണം ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ്. കാരണം ഒരു ഫൈറ്റ് വേണം. നമ്മൾ ഏത് ആണായാലും പെണ്ണായാലും നമ്മൾ വിജയിക്കുന്നത് ഒരു ഫൈറ്റിലൂടെയാണ്. അല്ലാണ്ട് നമ്മൾ ഒരു പുരുഷൻ ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു സീറ്റിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ കൊണ്ട് ഇരുത്തലല്ല ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് റിസർവേഷനാണ്. സ്ത്രീക്ക് റൈറ്റ് ഉണ്ട്. ഈ സ്ത്രീ റിസർവേഷൻ ആക്ടിനൊക്കെ പകരം സ്ത്രീ റൈറ്റ് ആക്ട് എന്ന് പറയണം. എല്ലാ സ്ത്രീകൾക്കും റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് അവർ വാങ്ങിയെടുക്കേണ്ടത് ഒരു ഔദാര്യമോ ഒരു ദയോ കൊണ്ടാവരുത് എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. അത് ഞാനാണ് അന്ന് പ്രസ് മീറ്റിലൊക്കെ ഞാൻ അവതരിപ്പിച്ച ഒരു സംഗതിയുണ്ട്. അതേപോലെ തന്നെ ഈ വിജയം ഉണ്ടായത്. അപ്പം എന്റെ ആശയം തന്നെയാണ് ഈ ഇതിനുള്ള വിജയത്തിന്റെ പിന്നിൽ. അപ്പൊ അത് മനസ്സിലാക്കിയ കുറെ വനിതകൾ സ്വാതിക്ക് വോട്ട് ചെയ്തു. മനസ്സിലായി, അത് നല്ലതാണ്. ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഇതല്ല. വിജയത്തിൽ കുറച്ചുകൂടി തിളക്കമുണ്ടെന്നാണ്. തീർച്ചയായിട്ടും നല്ല തിളക്കമുണ്ട്. കാരണം ഇപ്പോ ഞാൻ പറയുന്ന വെച്ചാൽ ഈ ഒരു ഇലക്ഷൻ മുതൽ ഈ അമ്മ ഒരു ജനകീയമായി ഡെമോക്രസി ഇതിലേക്ക് വന്നിരിക്കുന്നു. പണ്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ, കാരണം ഈ വലിയ വലിയ ആൾക്കാരായതുകൊണ്ട് അവര് ഓരോ പോസ്റ്റുകൾ ഉണ്ടാക്കും, അവർ പോസ്റ്റ് പറയും. അതുകൊണ്ട് നമുക്കൊക്കെ കാരണം നമ്മൾ മനസ്സുകൊണ്ടാണ് അവർക്ക് വോട്ട് കൊടുത്തത്. നമ്മുടെ മനസ്സാണ് സംഭവം. അങ്ങനെ മനസ്സുകൊണ്ട് നമ്മൾ വോട്ട് കൊടുത്തു. പിന്നെ ഇപ്പോ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ഈ ഒരു ഇലക്ഷനോട് കൂടി തന്നെ വോട്ടായി നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടി, വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ അത് ഈ ഒരു ഇലക്ഷനോട് കൂടി തന്നെ ഈ അമ്മ എന്ന സംഘടനയിൽ ജനാധിപത്യം വന്നിരിക്കുന്നു. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ താങ്കൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ശ്വേത അമ്മ സംഘടനയുടെ അമ്മയാണെങ്കിൽ താൻ അമ്മ എന്ന സംഘടനയുടെ അച്ഛനാണെന്ന്. അപ്പൊ അമ്മയ്ക്കൊപ്പം തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഇനിയുമുണ്ട്. തീർച്ചയായിട്ടും അതല്ല എന്റെ അർത്ഥം. ഞാൻ പറഞ്ഞ ഞാൻ ശ്വേതയോടൊപ്പം തന്നെ ഉണ്ടാവും. കാരണം ശ്വേതയോടൊപ്പം നിൽക്കാനുള്ള കാരണം എനിക്ക് അമ്മയായിട്ടാണ് ബന്ധം. അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും ഗുണം എന്നെ കൊണ്ട് ഉണ്ടാവുമെങ്കിൽ ഞാൻ ഇവരോടൊപ്പം ഉണ്ടാവും. ഈ ഫുൾ ടീമിനോടൊപ്പം ഞാൻ ഉണ്ടാവും. ഒരുപാട് എന്റെ മനസ്സിലും എന്റെ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാട് കുറെ കാര്യങ്ങൾ, കുറെ പരിഷ്കാരങ്ങൾ അമ്മയിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ജയിക്കുകയാണെങ്കിൽ. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ എനിക്ക് പ്രസിഡന്റ് ആവാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവരോടൊപ്പം തന്നെ ജയിച്ചവരുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഈ അമ്മയ്ക്കും അമ്മയുടെ അംഗങ്ങൾക്കും സിനിമ ഇൻഡസ്ട്രിക്കും ഫലവത്തായ കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു നടപടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. മറ്റൊന്ന്, ഈ അമ്മ സംഘടനയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മെമ്മറി കാർഡ് അടക്കമുള്ള വിവാദങ്ങളൊക്കെ വന്നിരുന്നു. ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു പ്രശ്നം സാധൂകരിക്കണം എന്നുള്ള രീതിയിലുള്ള തീരുമാനവുമായി ഈ സംഘടനയ്ക്കൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ ആ ഒന്ന് ശ്വേതയ്ക്കെതിരായിട്ടുള്ള കേസ്, രണ്ട് ഈ മെമ്മറി കാർഡിന്റെ ഒരു പ്രശ്നം, ഇത് രണ്ടും നമ്മൾ ഡീൽ ചെയ്യും. കാരണം ഈ ശ്വേതയ്ക്കെതിരായിട്ട് കൊടുത്ത ആ കേസ് ഞാൻ ആദ്യമായിട്ട് കേട്ടപ്പോൾ, ഞാൻ പിന്നെ ഷാനവാസിന്റെ ഫ്യൂണറൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് കിട്ടിയത്. ഞാൻ ഉടനെ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എഫ്ഐആർ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഇറ്റ്സ് എ ബുൾഷിറ്റ് എന്ന് തോന്നി. ഒരു നോൺസെൻസ് ആണ്, അതിനകത്ത് ഒന്നുമില്ല. അതിന്റെ ഒരു കോടതിയിലും നിലനിൽക്കാത്ത കുറെ സെക്ഷൻ വെച്ചിട്ട് അവരുടെ പേരിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇത് മനഃപൂർവ്വം ഈ ഇലക്ഷനെ, അമ്മയുടെ ഇലക്ഷനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന്റെ പേര് ശ്വേത മേനോൻ എന്ന ഒരു സ്ത്രീയെ മാനഭംഗപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണിത്. ആര് ചെയ്താലും ഇനി അത് ആവർത്തിക്കരുത്. അതേപോലെ ആര് ചെയ്താലും ഇവര് ഇൻവെസ്റ്റിഗേഷൻ തുടർന്നുകൊണ്ട് പോകണം. കോടതി അല്ലെങ്കിൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവെസ്റ്റിഗേഷൻ പുറത്തു കൊണ്ടുവന്ന് അതിന്റെ പിന്നിലുള്ള ആരാണ് ഇതിന്റെ കറുത്ത കൈ എന്ന് കണ്ടുപിടിച്ച് ജനങ്ങളുടെ മുമ്പിലും ഞങ്ങളുടെ മുമ്പിലും ഹാജരാക്കണം. അതാണ് എന്റെ അടുത്ത ഒരു ഇത്. മെമ്മറി കാർഡ് വിഷയമുണ്ട്. മെമ്മറി കാർഡിന്റെ വിഷയം എന്ന് വെച്ചാൽ ഇത് അമ്മയ്ക്ക് അകത്ത് ഒരു 2018 നടന്ന ഒരു സംഭവമാണ്. അത് ഈ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മൾ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകൾ നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിൽക്കുന്ന ഒരു സ്ത്രീകളെ കണ്ടിട്ട് ഒരു അംഗം പോയിട്ട് പറയും, നിങ്ങളുടെ വേദനകൾ നിങ്ങൾ പറയൂ, ഞങ്ങളത് പിന്നെ ഇവിടുത്തെ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് എന്താന്ന് പറയുക, വളരെ ഇന്നസെന്റ് ആയിട്ട് അവര്
ചില കാര്യങ്ങൾ അവർക്ക് സംഭവിച്ച ചില തിക്തമായ ചില കാര്യങ്ങൾ, ഈവൻ പീഡനം വരെ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇവര് പറഞ്ഞിട്ടുണ്ട്, ഇവര് പറഞ്ഞു കഴിഞ്ഞു. ഇത് എന്തോ ദൗർഭാഗ്യവശാൽ അത് റെക്കോർഡഡായി. അത് എവിടെ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. റെക്കോർഡഡായി. ഇപ്പൊ അവരുടെ ആകാംക്ഷ എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം ഇവർ കല്യാണം കഴിച്ച് പോയി, ഫാമിലിയായി പോയി. ഇനി ആ മെമ്മറി കാർഡൊന്നും ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തായാൽ വലിയൊരു മാരകമായ ഒരു സംഭവമായിരിക്കും അവർ ഏൽക്കേണ്ടി വരിക. അപ്പൊ അത് അമ്മയുടെ അടുത്ത ഒരു ഉദ്ദേശം അത് തടയലാണ്. ഈ മെമ്മറി കാർഡ് ഒരിക്കലും പുറത്തു പോകരുത്. അതല്ലാതെ തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാനുള്ള ഒരു പദ്ധതിയും കൂടി എന്റെ മനസ്സിലുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഈ പുതിയ കമ്മിറ്റിയുമായിട്ട് ആലോചിച്ചിട്ട് അതും കൂടി ചെയ്യും. മറ്റൊന്ന്, ഇപ്പോ അമ്മ സംഘടനയുടെ ഒരു കൈനീട്ടം നോക്കി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് ഒരു വിജയം അവരുടെ കൂടി വിജയമായി. അത് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നത്. ഈ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇപ്പോഴത്തെ കമ്മിറ്റിമാരെ ഞാൻ ആലോചിച്ച് അതിനുള്ള സാധ്യതകളെ പറ്റി ഞാൻ അത് ആലോചിച്ചിട്ട് അത് ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ റിക്വസ്റ്റ് ചെയ്യും. നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഏതായാലും ഈ വിജയം സ്ത്രീ ആണ് തലപ്പത്തെത്തുന്നെങ്കിലും അമ്മയുടെ മക്കളുടെ ഒരു വിജയമാണെന്നാണ് നടൻ ദേവൻ കൂടി പറയുന്നത്. അമ്മയുടെ അമ്മ എന്ന സംഘടനയുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഒപ്പം ഉണ്ടാകുമെന്ന് കൂടിയാണ് നടൻ ദേവൻ കൂട്ടിച്ചേർക്കുന്നത്.